ഫസ്റ്റ് വൺ, നമ്മൾ ഈച്ച് വെച്ചിട്ടുള്ള റൂളാണ് ആദ്യം പഠിക്കുന്നത് കേട്ടോ. ഈച്ച് വെച്ചിട്ടുള്ളത് സ്റ്റുഡൻറ്റ് ഡാഷ് പ്രസൻറ്റ്. വേഗം പറഞ്ഞോ, ഈ സ്റ്റുഡൻറ്റ് ഡാഷ് പ്രസൻറ്റ്. ആൻസർ എന്താ? വാസ് ആണ്. കാരണം ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായിരിക്കും വരിക? വാസ് ആണ് വരിക അല്ലേ. ഈ സ്റ്റുഡൻറ്റ് വാസ് പ്രസൻറ്റ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻറ്റ്സ് ഡാഷ് പ്രസൻറ്റ്. വാസ് ആണോ വേർ ആണോ? ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? ഇവിടുത്തെ ആൻസറും വാസ് തന്നെ. വെരി ഗുഡ്. റീസൺ എന്താ? ഇവിടെ സ്റ്റുഡൻസ് കണ്ടു കഴിഞ്ഞാലും ഇവിടെ എസ് ഉണ്ട്, പക്ഷേ നമ്മൾ വേറിലേക്ക് പോകരുത്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വാസ് തന്നെയാണ് കേട്ടോ. വാസ് തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ റൂൾ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താ? ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ തെറ്റിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് എ ഡ്യൂട്ടി ടു ഡു. ഹാസ് ആണോ ഹാവ് ആണോ? പറഞ്ഞോളൂ. ഈച്ച് മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് എ ഡ്യൂട്ടി ടു ഡു. എന്താ ആൻസർ വരിക? ആൻസർ ഹാസ് ആണ് കേട്ടോ. ഹാസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആൻഡ് ഒക്കെ ഉണ്ടെങ്കിലും ഈച്ചിന് ശേഷം മാന് വുമൺ ആൻഡ് ചൈൽഡ് എല്ലാതും ഉണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റൂളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈച്ചിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സിംഗുലർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ആൻഡ് ഉണ്ട്, എന്നാലും അവിടെ മാറ്റമൊന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് ഡാഷ് ഇസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. വേഗം പറഞ്ഞു. എല്ലാം ഈച്ച് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേഗം പറഞ്ഞോളൂ. ഈച്ച് ഡാഷ് ഇസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. എന്താ വരിക? ആൻസർ ടേക്ക് ആണോ ടേക്സ് ആണോ? വേഗം ആൻസർ പോന്നോട്ടെ. ടേക്ക് ആണോ ടേക്സ് ആണോ? ആൻസർ ടേക്സ് ആണ് അല്ലേ. സിംഗുലർ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ സിംഗുലർ ഫോം തന്നെയാണ് യൂസ് ചെയ്യുക, വെർബിൻ്റെ സിംഗുലർ ഫോമാണ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ടേക്ക് ആണോ ടേക്സ് ആണോ? പറഞ്ഞോളൂ. ഈ കേസിലെ ആൻസർ ടേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഈച്ച് വെച്ചിട്ടുള്ള എല്ലാ കേസുകളിലും നമ്മൾ സിംഗുലർ ഫോമാണ്, അതായത് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മോഡൽ ഓക്സിലറി വന്നതുകൊണ്ട്, മോഡൽ ഓക്സിലറി ആയിട്ടുള്ള ക്യാൻ വന്നതുകൊണ്ട് അതിനുശേഷം നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്താൽ മതി. അവിടെ ടേക്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. മനസ്സിലായോ? ബാക്കി എല്ലാ കേസുകളും നമ്മൾ സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്തിരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രാഹുൽ ആൻഡ് ഗീത ഈച്ച് ഡാഷ് ലേറ്റ്. രാഹുൽ ആൻഡ് ഗീത ഈച്ച് ഡാഷ് ലേറ്റ്. വർക്കാണോ വർക്കിംഗ് ആണോ വർക്ക്സ് ആണോ ഹാസ് വർക്ക്ഡ് ആണോ? രാഹുൽ ആൻഡ് ഗീത ഈച്ച് ഡാഷ് ലേറ്റ്. കമൻറ്റ്സ് വന്നോട്ടെ. എല്ലാവരും സ്പീഡിൽ അങ്ങ് കമൻറ്റ് ചെയ്തോളൂ വേഗം. ആൻസർ വർക്കാണ് അല്ലേ. വർക്കാണ്. കാരണം എന്താ? ഈച്ചിന് മുമ്പ് ആരാണോ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഈച്ചിന് ശേഷം വരേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. മനസ്സിലായോ? ഇത് രണ്ടും എക്സെപ്ഷൻ കേസുകളാണ്. ഈച്ചിന് മുമ്പ് പ്ലൂറലാണെങ്കിൽ കണ്ടോ, ഈച്ചിന് മുമ്പ് പ്ലൂറലാണ്. അപ്പോൾ ഈച്ചിന് ശേഷം എന്ത് വരണം? പ്ലൂറൽ തന്നെ വരണം. പ്ലൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വർക്കാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈച്ചിനെ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈച്ചിന് ശേഷം സാധാരണ നമ്മൾ സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. പക്ഷേ മോഡൽ ഓക്സിലറി വെർബൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ബേസ് ഫോം മതി. അതേപോലെ തന്നെ ഈച്ചിന് മുമ്പ് പ്ലൂറലാണെങ്കിൽ ഈച്ചിന് ശേഷവും നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടി? കണ്ടുവരും? കണ്ടു. യെസ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പോൾ റൂൾ നമ്പർ 1 ആണ് കേട്ടോ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ദ വെദർ ഇസ് കമ്പാരിറ്റീവ്ലി ഹോട്ട് ആണോ ഹോട്ടർ ആണോ? ഒന്ന് പറഞ്ഞേ. ദ വെദർ ഇസ് കമ്പാരിറ്റീവ്ലി ഹോട്ട് ആണോ ഹോട്ടർ ആണോ? വെദർ ഇസ് കമ്പാരിറ്റീവ്ലി ഹോട്ട് ആണോ ഹോട്ടർ ആണോ? വേഗം പറഞ്ഞോളൂ. കമൻസ് വന്നോട്ടെ. ആൻസർ ഹോട്ടാണ് കേട്ടോ. ഈ കമ്പാരിറ്റീവ്ലി അതേപോലെ തന്നെ റിലേറ്റീവ്ലി ഒക്കെ വരികയാണെങ്കിൽ അതിനുശേഷം നമുക്ക് പോസിറ്റീവ് ഡിഗ്രി, അതായത് ഹോട്ട് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? പോസിറ്റീവ് ഡിഗ്രി നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. റൂൾ നമ്പർ 2, കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി വരികയാണെങ്കിൽ അതിനുശേഷം നമുക്ക് പോസിറ്റീവ് ഡിഗ്രി മതി. അപ്പോൾ ഇവിടെയാണെങ്കിലും ദ ബസ് ഇസ് റിലേറ്റീവ്ലി സ്ലോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പഠിച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് ആൻസർ പറയാം കേട്ടോ. ഷീ ഈസ് കമ്പാരിറ്റീവ്ലി ഡാഷ് ദാൻ ഹിം. ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഡാഷ് ദാൻ ഹിം. ഇത് ഞാനൊന്ന് പോൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ ടെലഗ്രാമിനകത്ത് പോൾ ചെയ്തിരുന്നതാണ്. നോക്കട്ടെ എത്ര പേര് ചെയ്തു എന്നുള്ളത്. ഷീ ഈസ് കമ്പാരിറ്റീവ്ലി ഡാഷ് ദാൻ ഹിം. ബെറ്റർ ദാൻ ഹിം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി ഉണ്ടെങ്കിലും ഈ ഡാഷിന് ശേഷം ദാൻ ഉണ്ടെങ്കിൽ
ഓക്കെ, ഡാഷിന് മുമ്പ് ദാൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ കമ്പാരിറ്റീവ് ഫോം തന്നെ യൂസ് ചെയ്യണം. ബെറ്റർ തന്നെയാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കേസ് വരികയാണെങ്കിലും ഈ ദാൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെക്കാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാൻ ഉണ്ടെങ്കിൽ ദാനിന് മുമ്പാണ് ഡാഷ് എങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കമ്പാരിറ്റീവ് ഡിഗ്രി, അതായത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണ്, അത് തന്നെ ഇവിടെ യൂസ് ചെയ്യണം. കിട്ടിയല്ലോ? ഇനി ദാനൊന്നും ഇല്ലാത്ത കേസിലാണ് ഞാൻ പറഞ്ഞിരുന്നത് കമ്പാരിറ്റീവ്ലി വെറുതെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഹോട്ടും പോസിറ്റീവ് ഡിഗ്രി മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇറ്റ് ഡസ് മോർ ഹാം ദാൻ ഡാഷ്. ഇറ്റ് ഡസ് മോർ ഹാം ദാൻ ഡാഷ്. ഗുഡ് ഈവനിങ് ശ്രീകുമാർ. ഇറ്റ് ഡസ് മോർ ഹാം ദാൻ ഡാഷ്. വേഗം പറഞ്ഞോ, ഗുഡ് ആണോ, ബെറ്റർ ആണോ, ബെസ്റ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇവിടുത്തെ ആൻസർ പറയാമോ? ഇവിടുത്തെ ആൻസർ ഗുഡ് ആണ് കേട്ടോ. എന്താ റീസൺ? ഇവിടെ ദാൻ ഉണ്ട്, പക്ഷെ എന്താ ഇവിടെ വ്യത്യാസം? എന്താ? നേരത്തെ ദാനിന് മുമ്പായിരുന്നു അല്ലേ? ദാനിന് മുമ്പാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യണം. ദാനിന് ശേഷമാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ആണ്. അപ്പോൾ ഗുഡാണ് നമ്മുടെ പോസിറ്റീവ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചേക്കണം, ദാനിന് മുമ്പും ദാനിന് ശേഷവും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ പോസിറ്റീവ് ഡിഗ്രി മതി. ക്ലിയർ ആയില്ലേ? ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാതും സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഓർഡറിൽ സോർട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അറിയാത്തതുണ്ടെങ്കിൽ എഴുതി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഷീ ഈസ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഷീ ഈസ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. പറഞ്ഞോളൂ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഷീ ഈസ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതിയേ. യെസ് ഓർ നോ. ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ, ഇത് കറക്റ്റാണ്. ഷീ ഈസ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. ആരൊന്നും ഉണ്ടെന്നില്ല. അപ്സര പറഞ്ഞു, നോ എറർ. തെറ്റൊന്നുമില്ല, കാരണം ദ ഉണ്ട്, നമ്മൾ സൂപ്പർലേറ്റീവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി, പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് ദി മോസ്റ്റ് സ്മാർട്ടസ്റ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഷീ ഈസ് ദി മോസ്റ്റ് സ്മാർട്ടസ്റ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ട്. എന്താ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ദ ഉണ്ട്, ഇവിടെ ദ ഉണ്ട്, ഇവിടെ പിന്നെ മോസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ് അല്ലേ? അപ്പോൾ ദ ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ സൂപ്പർലേറ്റീവ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ടസ്റ്റ് മതി, അല്ലാണ്ട് രണ്ട് സൂപ്പർലേറ്റീവ് രീതിയിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സ്മാർട്ടസ്റ്റ് എന്ന് പറഞ്ഞാലും സൂപ്പർലേറ്റീവ് ആണ്, മോസ്റ്റ് എന്ന് പറഞ്ഞാലും സൂപ്പർലേറ്റീവ് ആണ് അല്ലേ? അപ്പോൾ രണ്ടെണ്ണോ നമുക്ക് വേണ്ട, ഒരെണ്ണം മതി, ഇതിനങ്ങ് കളയാം. മനസ്സിലായോ? ഇവിടെ എന്തായിരുന്നു വ്യത്യാസം? ഇൻ്റലിജൻറ്റ് നമ്മൾ പറയുമ്പോൾ ഇൻ്റലിജൻറ്റ്, മോർ ഇൻ്റലിജൻറ്റ്, മോസ്റ്റ് ഇൻ്റലിജൻറ്റ്. ആ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർലേറ്റീവ് ആണ്, അതുകൊണ്ടാണ് അത് എഴുതാൻ അത് കറക്റ്റായിട്ട് വന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഹീ ഈസ് മോർ വൈസർ ദാൻ ഹിസ് സൺ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോ? ഹീ ഈസ് മോർ വൈസർ ദാൻ ഹിസ് സൺ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഹീ ഈസ് മോർ വൈസർ ദാൻ ഹിസ് സൺ. ഇവിടെയും ഈ പറഞ്ഞ പോലെ മോറിൻ്റെ ആവശ്യമില്ല അല്ല, ഇത് ഡബിൾ കമ്പാരിറ്റീവ് ആണ്. കാരണം വൈസ്, വൈസർ, വൈസസ്റ്റ്, നമുക്ക് വൈസർ മതി, അതിന് മുമ്പിൽ നമുക്ക് മോറിൻ്റെ ആവശ്യമില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എറർ റെക്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ കേട്ടോ. അപ്പോൾ രണ്ട് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ രണ്ട് സൂപ്പർലേറ്റീവ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു കൺസെപ്റ്റാണ്, ശ്രദ്ധിക്കണേ. ഇത് എത്ര പറഞ്ഞു തന്നാലും തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ഇവിടെ ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹെർ ഫ്രണ്ട്സ്. ഇത് കറക്റ്റാണ് അല്ലേ? ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹെർ ഫ്രണ്ട്. കാരണം അവളെയും അവളുടെ ഫ്രണ്ടിനെയും തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്, അല്ലേ? കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി സ്മാർട്ടർ ദാൻ എന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ദാൻ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഫോമാണ് യൂസ് ചെയ്യുക, സ്മാർട്ടർ എഴുതി. ഇനി ഈ കേസിൽ നോക്കിയേ, ഷീ ഈസ് മോർ സ്മാർട്ട് ദാൻ ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ മോർ സ്മാർട്ട് എന്ന് എഴുതിയത് എന്ന് വെച്ചാൽ അവളെയും അവളുടെ
എന്താ പറയുക, അവളുടെ സ്മാർട്ട്നെസ്സിനെയും ബ്യൂട്ടിഫുൾ, അതായത് അവളുടെ രണ്ട് ക്വാളിറ്റീസ് തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി എഴുതണം. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? മോർ വൈസ് എന്ന് പറയോ? അയ്യോ, ഇതിനകത്ത് മോർ പറയില്ല, ഇതാണ് ഇത് മിസ്റ്റേക്ക് കേട്ടോ. ഹീസ് വൈസർ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പോഴായി കമൻറ്റ് വായിച്ചത് കേട്ടോ. ഹീസ് വൈസർ ദാൻ ഹിസ് സൺ എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹെർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവളെയും അവളുടെ ഫ്രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കമ്പയറേറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോർ. ഇപ്പം നിങ്ങൾ ഓക്കെ പറയും, ഇനി നാളെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ വീണ്ടും തെറ്റിക്കും. മോർ പ്ലസ് പോസിറ്റീവ് ഫോമാണ് കേട്ടോ. ഇനി ഇത് സ്മാർട്ടിന് പകരം പലരും മോർ എഴുതും, എന്നിട്ട് സ്മാർട്ടറിന് എഴുതി വയ്ക്കും. അപ്പോൾ അതല്ല, പോസിറ്റീവ് ഫോമാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞോളൂ. ഷീ ഈസ് ഡാഷ് ദാൻ ഫെയർ. വേഗം കമൻറ്റ് ചെയ്തോളൂ. ഷീ ഈസ് ഡാഷ് ദാൻ ഫെയർ. വൈസർ ആണോ, മോർ വൈസ് ആണോ, വൈസസ്റ്റ് ആണോ, മോർ വൈസർ ആണോ? ഷീ ഈസ് ഡാഷ് ദാൻ ഫെയർ. അവളുടെ തന്നെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ, ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താ വേണ്ടേ? തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള റൂള്. ഷീ ഈസ് ഡാഷ് ദാൻ ഫെയർ. വൈസർ ആണോ, മോർ വൈസർ ആണോ, വൈസസ്റ്റ് ആണോ? യെസ്, ഇറ്റ് ഈസ് മോർ വൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. മോർ വൈസ് അല്ലേ? സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷീ ഈസ് എന്ന് പറഞ്ഞാൽ അവളുടെ തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവളുടെ ഫെയർനെസ്സും അതുപോലെ തന്നെ അവൾ വൈസാണ്. അപ്പോൾ ഈ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, രാഹുൽ ഇസ് ഡാഷ് ദാൻ ജെയിംസ്. മനസ്സിലായില്ല? ഞാൻ അതിലേക്ക് വരാൻ കേട്ടോ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രാഹുൽ ഇസ് ഡാഷ് ദാൻ ജെയിംസ്. ഇവിടെ എന്താ വരുന്നത്? ഫിഫ്ത്ത് വൺ, വൈസർ ആണോ, മോർ വൈസ് ആണോ, വൈസസ്റ്റ് ആണോ, മോർ വൈസർ ആണോ? രാഹുൽ ഇസ് ഡാഷ് ദാൻ ജെയിംസ്. ഫിഫ്ത്ത് വൺ. ഇവിടുത്തെ ആൻസർ വൈസർ ആണ്. ഓക്കെ, അപ്പോൾ പലർക്കും ഇവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നും കൂടെ ഞാൻ പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെയുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത്രയൊന്ന് നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. അവളെയും അവളുടെ ഫ്രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? കമ്പയറേറ്റീവ് ഫോം യൂസ് ചെയ്യണം. സ്മാർട്ടിൻ്റെ കമ്പയറേറ്റീവ് എന്താ? സ്മാർട്ടർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്മാർട്ടർ എഴുതി. അതേസമയം ഒരാളുടെ തന്നെ ഇവിടെ രണ്ടുപേരെയാണ് നമ്മൾ കമ്പയർ ചെയ്തത് കേട്ടോ. രണ്ടാൾക്കാരെ തമ്മിലാണ് കമ്പയർ ചെയ്തത്. അപ്പോഴാണ് നമ്മൾ ഈ കമ്പയറേറ്റീവ് ഫോം ആയിട്ടുള്ള സ്മാർട്ടർ യൂസ് ചെയ്തത്. ഇനി ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ മോർ പ്ലസ് പോസിറ്റീവ് ഫോം യൂസ് ചെയ്യുക. പോസിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ സ്മാർട്ട്. മനസ്സിലായോ? അപ്പോൾ മോർ എഴുതിയിട്ട് പ്ലസ് അതിൻ്റെ ഒപ്പം സ്മാർട്ട് എഴുതി വെക്കുക. ക്ലിയർ ആയല്ലോ? സ്മാർട്ടർ വേണ്ട. സ്മാർട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് കമ്പയറേറ്റീവ് ഫോം ആയില്ലേ? അപ്പോൾ അത് വേണ്ട. മോർ പ്ലസ് സ്മാർട്ട് മാത്രം മതിയെന്ന്. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടോ? ഷീ ഈസ് ഡാഷ് ദാൻ ഫെയർ. അപ്പോൾ അവളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? മോർ പ്ലസ് പോസിറ്റീവ് ഫോം വൈസ്. രാഹുൽ ഇസ് ഡാഷ് ദാൻ ജെയിംസ്. രാഹുലിനെയും ജെയിംസിനെയും തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? മോർ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നേരിട്ട് കമ്പയറേറ്റീവ് ഫോം ആയിട്ടുള്ള വൈസർ യൂസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി. ഒരാളെയും മറ്റാളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? കമ്പയറേറ്റീവ് ഫോം യൂസ് ചെയ്യുക. വൈസാണെങ്കിൽ വൈസർ. അങ്ങനെ. ഇപ്പോൾ ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ ആണോ? കമൻസ് കിട്ടുന്നില്ല കേട്ടോ. റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തതിലേക്ക് ഞാൻ കയറുകയാണേ. ഓഫ് ദി ടു പെൻസ് ദ റെഡ് വൺ ഇസ് ദി ഡാഷ്. പറഞ്ഞോളൂ. ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഇസ് ദി ഡാഷ്. വേഗം പറഞ്ഞോ. ഇവിടെ എന്താ വരിക? ഇവിടെ എത്ര പേനയുള്ള? രണ്ട് പേനയല്ലേ? 2 പെൻസ് അല്ലേ? അപ്പോൾ രണ്ടുപേര് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? കമ്പയറേറ്റീവ് ഫോം അല്ലേ യൂസ് ചെയ്തേ? രണ്ടുപേര് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ കമ്പയറേറ്റീവ് ഫോം യൂസ് ചെയ്തു. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ പറഞ്ഞപ്പോൾ നമ്മൾ മോർ പ്ലസ് പോസിറ്റീവ് ഫോം യൂസ് ചെയ്തു അല്ലേ? ഇവിടെ ഓഫ് ദ 2 പെൻസാണ്, രണ്ട് പേന തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ദ ഉണ്ടെങ്കിലും നമ്മൾ എന്തിലേക്ക് പോകണം? കമ്പയറേറ്റീവ് ഫോം ആയിട്ടുള്ള ബെറ്ററിലേക്ക് പോകണം അല്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഓക്കെ, രണ്ട് പേരുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഫോമിലേക്ക് പോകണം. ബെറ്റർ. അപ്പോൾ ദ ഉണ്ട്, തെറ്റിദ്ധരിക്കരുത്. ബെസ്റ്റിലേക്ക് പോകരുത്. എപ്പോഴാണ് നമ്മൾ ബെസ്റ്റിലേക്ക് പോകുന്നത്? എപ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഫോമിലേക്ക് പോകുന്നത്? 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ബെസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഫോമിലേക്ക് പോകുന്നത്.
ഓക്കെ, ഷീ ഈസ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ആ ക്ലാസ്സിനകത്തുള്ള എല്ലാ സ്റ്റുഡൻസും വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അവിടെ ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ് വരിക. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരാണ്. ക്ലിയർ ആയോ ഈ കൺസെപ്റ്റ്? ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് സ്ഥിരം ചോദിക്കുന്നതാണ്, എന്നാലും തെറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ എഴുതിയെടുക്കണേ. എല്ലാതും ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ എഴുതിയെടുക്കുക. അറിയാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ, വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ജെറൻഡ് ആണ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ടൊക്കെ പറയുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. വുഡ് യു മൈൻഡ് ഡാഷ് ദി ഡോർ. ഇതാണ് നമ്മുടെ റൂൾ കേട്ടോ. ഓരോ റൂളും ഞാൻ ആദ്യം പറഞ്ഞു തരുന്നുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. അരുൺ കൊടുത്തിട്ടുണ്ട് ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട്, ശരിയാണോ? കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ റൂള് പറഞ്ഞതാണ്, ജെറൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു ING കൂട്ടിയിട്ട് പറയാം, അത്രേ ഉള്ളൂ. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദി ഡോർ. അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് ഹിയർ. ഇവിടെ പറഞ്ഞോളൂ, 8th വൺ. വുഡ് യു മൈൻഡ് ഡാഷ് ഹിയർ. ഐ സ്മോക്കിംഗ് ആണോ, മീ സ്മോക്കിംഗ് ആണോ, മൈൻഡ് സ്മോക്കിംഗ് ആണോ, മൈ സ്മോക്കിംഗ് ആണോ? ആൻസർ മൈ സ്മോക്കിംഗ് ആണ് കേട്ടോ. മൈ സ്മോക്കിംഗ് ആണ്. കാരണം വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം ജെറൻഡ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ING എന്തായാലും ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ 4 ഓപ്ഷനകത്തും ING ഉണ്ട്. പക്ഷേ ഈ ജെറൻഡിന് മുമ്പിൽ എന്താ വരിക? ജെറൻഡിന് മുമ്പിൽ എപ്പോഴും പൊസീവ് അഡ്ജക്റ്റീവ് വരണം. പൊസീവ് അഡ്ജക്റ്റീവ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലേ? എന്തൊക്കെയാ? മൈ, യുവർ, അവർ, ദെയർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ വേണം വരാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ജെറൻഡും ആയിരിക്കണം, ജെറൻഡിന് മുമ്പിൽ വരേണ്ട ആളും എങ്ങനെയായിരിക്കണം? പൊസീവ് അഡ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അതൊന്ന് അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദി ഡോർ. ഇവിടെ ആൻസർ പറഞ്ഞോളൂ. യെസ്, ആൻസറിനോട് കൊടുത്തിട്ടുണ്ട്. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഒക്കെ ശേഷം ING ഫോം. വെരി ഗുഡ്. ഇവിടെ പറഞ്ഞോളൂ, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദി ഡോർ. ഇവിടെ എന്താ ആൻസർ വരിക? 9 എന്ന് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദി ഡോർ. ഇവിടുത്തെ ആൻസർ ഓപ്പൺഡ് ആണ് കേട്ടോ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദി ഡോർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയത്? അതായത് വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, വുഡ് യു മൈൻഡിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡിനൊക്കെ ശേഷം നമ്മൾ ജെറൻഡാണ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇവിടെ വേറൊരു കേസും കൂടി ഉണ്ട്. വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ കാര്യങ്ങൾ തിരിയും. എന്തായിരിക്കും? V2 ഫോം വരണം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്പൺഡ് ആണ്. ഓക്കെ, അറിയാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. നെക്സ്റ്റ് വൺ. ഇനി വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഡു യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസ് വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ചെയ്തോളൂ. ഡു യു മൈൻഡ് ഇഫ് ഐ ഡാഷ് മ്യൂസിക്. പ്ലേ ആണോ, പ്ലേഡ് ആണോ, പ്ലേയിങ് ആണോ, പ്ലേസ് ആണോ? ഡു യു മൈൻഡ് ഇഫ് ഐ ഡാഷ് മ്യൂസിക്. വെരി ഗുഡ്. ആൻസർ ഇസ് പ്ലേ കേട്ടോ. അപ്പോൾ ഡു യു മൈൻഡിന് ശേഷം ഇഫ് വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഇവിടെ ഐ അല്ലേ വന്നിട്ടുള്ളത്? ഐക്ക് ശേഷം നമ്മൾ S ചേർക്കേണ്ട ആവശ്യമില്ല. ഐ പ്ലേ എന്നാണോ യൂസ് ചെയ്യുക അല്ലേ? ഐ പ്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, സ്ട്രെസ് ചെയ്ത് പറയുകയാണെന്ന് ശ്രദ്ധിക്കുക. വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ജെറൻഡ് ആണ്, ING ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ, വുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലേ, പാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തൂടെ. അപ്പോൾ എന്തായിരിക്കും വരിക? V2 തന്നെ വരും കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരും. അതേപോലെ ഡു യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസ് വരികയാണെങ്കിൽ, ഡു എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് അല്ലേ, അപ്പോൾ ഇവിടെയും പ്രസൻറ്റ് വരും എന്ന് ഓർത്താൽ മതി. എന്ത് വരും? V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ, തെറ്റിക്കില്ലല്ലോ? യെസ്, വെരി. ശ്രീജിത്ത് എല്ലാത്തിനും ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? വെരി ഗുഡ് ശ്രീജിത്ത്. നെക്സ്റ്റ് വൺ. അടുത്തത്, ഐ വുഡ് റാദർ ഡാഷ് ഫോർ എ വാക്ക്. അപ്പോൾ കിട്ടുന്ന പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഐ വുഡ് റാദർ ഡാഷ് ഫോർ എ വാക്ക്. ഇതുവരെയായിട്ടും ഇംഗ്ലീഷിന് ഒരു സെപ്പറേറ്റ് ബുക്ക് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഈ തന്നിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഐ വുഡ് റാദർ ഡാഷ് ഫോർ എ വാക്ക്. 11th വൺ പറഞ്ഞോളൂ. വെരി ഗുഡ്. ഐ വുഡ് റാദർ, അതായത് വുഡ് റാദറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബാണ്. അപ്പോൾ എന്താ യൂസ് ചെയ്യുക? ഗോ ആണ് യൂസ് ചെയ്യുക കേട്ടോ. വുഡ് റാദറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ഐ വുഡ് റാദർ റാണി ഡാഷ് ഇൻ ഹോസ്റ്റൽ. ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഐ വുഡ് റാദർ റാണി ഡാഷ് ഇൻ ഹോസ്റ്റൽ. സ്റ്റേ ആണോ, സ്റ്റേയ്ഡ് ആണോ, സ്റ്റേയിങ് ആണോ, ഹാഡ് സ്റ്റേയ്ഡ് ആണോ? 12th വൺ. ഐ വുഡ് റാദർ റാണി ഡാഷ് ഇൻ ഹോസ്റ്റൽ. കമൻസ് വന്നോട്ടെ.
സ്റ്റേ ആണോ, സ്റ്റേഡ് ആണോ, സ്റ്റേയിങ് ആണോ, ഹാഡ് സ്റ്റേഡ് ആണോ? ആൻസർ യെസ്. 12th വൺ അരുൺ കൊടുത്തിട്ടുണ്ട്, അശ്വതി, യൂസർ, ജിനീഷ്, മീനാക്ഷി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആൻസർ സ്റ്റേഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം ശ്രദ്ധിക്കണേ. ഇവിടെ വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റും കൂടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വുഡ് റാദറിന് ശേഷം സബ്ജക്റ്റ് വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. നേരത്തെ എന്തായിരുന്നു പറ്റിയത്? വുഡ് റാദറിന് ശേഷം സബ്ജക്റ്റ് ഒന്നുമില്ല അല്ലേ. വുഡ് റാദറിന് ശേഷം നേരിട്ടൊരു ഡാഷ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബേസ്, അതായത് V1 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2 പോയിന്റുകൾ വുഡ് റാദർ വെച്ച് കിട്ടിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദേ മേഡ് മീ ഡാഷ് ദി പേപ്പേഴ്സ്. പറഞ്ഞോളൂ, പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദേ മേഡ് മീ ഡാഷ് ദി പേപ്പേഴ്സ്. ആൻസർ യെസ് സുജിഷ, വെരി ഗുഡ്. ആൻസർ സൈൻ ആണ് അല്ലേ. ദേ മേഡ് മീ സൈൻ ദി പേപ്പേഴ്സ്. മേക്ക് അല്ലെങ്കിൽ മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള മേഡിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക കേട്ടോ. ബേസ് ഫോം. ഓക്കെ, ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം എസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ എങ്ങനെയാണോ അതുപോലെ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ദേ മേഡ് മീ സൈൻ ദി പേപ്പേഴ്സ്, ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഇനി ഷീ വാസ് മെയ്ഡ് ഡാഷ് ദി ഹോൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഷീ വാസ് മെയ്ഡ്. ഇവിടുത്തെ ആൻസർ ടു റിപ്പീറ്റ് ആണ്. ഓക്കെ, കാര്യം എന്താ? ഇവിടെ മേഡിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് നമുക്കറിയാം, അല്ലെങ്കിൽ ബി ഫോം ആലോചിക്കുക. ബി ഫോം വരികയാണെങ്കിൽ എസ്, വാസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ, വേറെ ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ടു കൂട്ടിയിട്ട് പറയണം കേട്ടോ. ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ 2 കാര്യങ്ങൾ ഒന്നും കൂടെ പറയാണ്. വെറുതെ മേക്ക് മേഡിന് ശേഷം നമ്മൾ ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്താൽ മതി. കണ്ടോ, ഇതിന് മുമ്പിൽ വേറെ ആളൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൻ്റെ ബേസ് ഫോം എഴുതിയാൽ മതി, സൈൻ എന്നുള്ളത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ മേക്ക് അല്ലെങ്കിൽ മേഡിന് മുമ്പ് എന്താ ഉള്ളത്? ഒരു ബി ഫോം ഉണ്ട് അല്ലേ, വാസേഴ്സ് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടു കൂട്ടിയിട്ട് പറയണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1, 2. അപ്പോൾ ടു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. TW. അപ്പോൾ ടു കൂട്ടിയിട്ടായിരിക്കും ഇവിടെ പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ബുക്സ് ഡാഷ് മിസ്സിങ്. വേഗം കമൻറ്റ് ചെയ്തോളൂ. നമ്പർ ഓഫ് ബുക്സ് ഡാഷ് മിസ്സിങ്. എസ് ആണോ ആർ ആണോ? നമ്പർ ഓഫ് ബുക്സ് ഡാഷ് മിസ്സിങ്. 15th വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നുമില്ല അതിനകത്ത്. എന്താ ആൻസർ വരുന്നത്? 6 ആണ് കേട്ടോ. എ നമ്പർ ഓഫ് ബുക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ ആൻസർ 6 ആണ്. ദ നമ്പർ ഓഫ് ബുക്സ് ആണെങ്കിലാണ് നമ്മൾ എസ് യൂസ് ചെയ്യുക, സിംഗുലർ യൂസ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കണേ. സോ എ നമ്പർ ഓഫ് ബുക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ 6 ആണ് യൂസ് ചെയ്യുക. അതേസമയം ദ നമ്പർ ഓഫ് ആണെങ്കിലാണ് നമ്മൾ എസ് സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നത്. തെറ്റിക്കരുത്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഹി കിൽഡ് ഹിംസെൽഫ്. ഹിംസെൽഫ് ഇസ് എ ഡാഷ് പ്രോനൗൺ. എന്താ? റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? ഇപ്പോൾ ഇത് ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഹി കിൽഡ് ഹിംസെൽഫ് ഇസ് എ ഡാഷ് പ്രോനൗൺ. അപ്പോൾ ഈ പ്രോനൗണിനകത്ത് തന്നെ കുറച്ച് ഇതുകളുണ്ട്, സബ് ഡിവിഷൻ ഉണ്ട്. അതിനകത്ത് വരുന്ന 2 ആൾക്കാരെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് റിഫ്ലെക്സീവ്, ഒന്ന് എംഫാറ്റിക്. അപ്പോൾ എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഹി കിൽഡ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ അവൻ കൊന്നു അല്ലേ, ഹി കിൽഡ് ഹിംസെൽഫ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? അവനാണ്. അപ്പോൾ അവൻ ഇത് വെർബാണ്, പിന്നെ ഹിംസെൽഫ് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ കൊന്ന സബ്ജക്റ്റിന് തന്നെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് അല്ലേ. ഹി കിൽഡ് ഹിംസെൽഫ് ആണ്, സബ്ജക്റ്റിന് തന്നെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ നമ്മൾ അതിനെ എന്ത് പ്രോനൗണായിട്ടാണ് യൂസ് ചെയ്യുന്നത്? റിഫ്ലെക്സീവ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഹി കിൽഡ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ ഹിംസെൽഫ് ഇസ് എ റിഫ്ലെക്സീവ് പ്രോനൗൺ. ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറയാം കേട്ടോ. അടുത്ത ഒരു എക്സാമ്പിളും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ, ഐ മൈസെൽഫ് സോ ഹിം. ഇത് ഏത് പ്രോനൗണാന്ന് പറയാമോ? ഐ മൈസെൽഫ് സോ ഹിം എന്ന് പറയുമ്പോൾ ഇത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. എംഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈസെൽഫ് സോ ഹിം, അതിനെ എംഫസൈസ് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ തന്നെയാണ്, ഐ മൈസെൽഫ്, ഈ എന്നെ തന്നെയാണ് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഒരു എംഫസൈസ് കൊടുത്തിരിക്കുന്നത്, ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെയാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഐ മൈസെൽഫ് സോ ഹിം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എംഫാറ്റിക് പ്രോനൗൺ. അടുത്ത കേസ് നോക്കിക്കോളൂ. ഐ സോ ഹിം മൈസെൽഫ്. 18th വൺ, ഇത് പറയാമോ എന്താണെന്നുള്ളത്? ഐ സോ ഹിം മൈസെൽഫ് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? ഐ സോ ഹിം മൈസെൽഫ്, ഇതും എംഫാറ്റിക് തന്നെയാണ് കേട്ടോ, ഇതും എംഫാറ്റിക്കാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ പറയുമ്പോൾ അത് തലയിലേക്ക് കയറിക്കോളൂ.
അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഐ സോ ഹിം മൈസെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ്, ഈ ഐനെ തന്നെ വീണ്ടും എന്താ പറയുക കുറച്ചും കൂടെ ഒരു എംഫസൈസ് കൊടുത്തിട്ടാണ് ഇവിടെ മൈസെൽഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എംഫാറ്റിക് ആണ്. ഇനി ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അർത്ഥം കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഐ മൈസെൽഫ് സോ ഹിം എന്ന് പറയുമ്പോൾ ഈ മൈസെൽഫ് ഉണ്ടല്ലോ, ഈ മൈസെൽഫ്, യോർ സെൽഫ്, അവർ സെൽഫ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എംഫാറ്റിക് എന്നൊക്കെ പറയുന്നത്. അത് ഏത് വേണമെങ്കിലും ആവാം, റിഫ്ലെക്സീവ് ആവാം അല്ലെങ്കിൽ എംഫാറ്റിക് ആവാം. ഇനി ശ്രദ്ധിച്ചോളൂ, ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഇവിടുന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഐ മൈസെൽഫ് സോ ഹിം എന്ന് പറയുമ്പോൾ ഈ മൈസെൽഫിനെ ഞാനങ്ങ് വെട്ടിയെന്ന് വിചാരിച്ചോ. ഇതാണല്ലോ എൻ്റെ പ്രോനൗൺ എന്ന് പറയുമ്പോൾ മൈസെൽഫ് ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാനങ്ങ് എടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ ഈ സെൻറ്റൻസ് പറയാണ് ഐ സോ ഹിം എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ടല്ലോ. ഞാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്. അപ്പോൾ ഈ മൈസെൽഫ് ഇല്ലെങ്കിലും ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റ് അല്ലേ? ഐ സോ ഹിം. മൈസെൽഫ് ഇല്ലെങ്കിലും അത് കറക്റ്റ് തന്നെയാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. മനസ്സിലായോ? അടുത്ത കേസ് നമുക്ക് നോക്കാം. ഐ സോ ഹിം മൈസെൽഫ്. ഞാൻ വീണ്ടും ഈ മൈസെൽഫിനെ ഒന്ന് വെട്ടി നോക്കുകയാണ്. എനിക്ക് ഈ സെൻറ്റൻസിന് കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഐ സോ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടു. ഈ മൈസെൽഫ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ അതെന്താ എംഫാറ്റിക് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എംഫാറ്റിക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ കൊടുത്തിട്ടുള്ളതിനകത്തെ ആളെ ഒന്ന് മാറ്റി നോക്കുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആ മീനിങ് കിട്ടുകയാണെങ്കിൽ അത് എംഫാറ്റിക് ആയിരിക്കും. നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ഇവിടെ നോക്കിക്കോ, ഹീ കിൽഡ് ഹിംസെൽഫ്. സപ്പോസ് ഞാൻ ഈ ഹിംസെൽഫിനെ മാറ്റുകയാണ്, ഞാൻ വെട്ടിക്കളയാണ് കേട്ടോ. ഹീ കിൽഡ് എന്ന് പറഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ആരെ കൊന്നു എന്നൊന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല അല്ലേ? ഹീ കിൽഡ്, അവൻ കൊന്നു. ആരെ കൊന്നു എന്നോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഇല്ല. അപ്പോൾ അത്തരം കേസുകൾ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ ആയോ? അപ്പോൾ എംഫാറ്റിക് എന്ന് പറയുമ്പോൾ ഈ ഐയുടെ തൊട്ടിപ്പുറത്ത് തന്നെ വരണം എന്നില്ല കേട്ടോ. ഈ ഐ ഇവിടെയും മൈസെൽഫ് ഇവിടെ ആയാലും അത് എംഫാറ്റിക് ആവാം. ഒന്ന് കമൻറ്റ് ചെയ്തേ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. പറഞ്ഞോ എല്ലാവർക്കും? നേരത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ക്ലിയർ ആയോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ ഫൈൻ. ദ ക്യാറ്റ് ഓപ്പൺ ദി ഡോർ ഇറ്റ് സെൽഫ്. പറഞ്ഞോ. ദ ക്യാറ്റ് ഓപ്പൺ ദി ഡോർ ഇറ്റ് സെൽഫ് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? ദ ക്യാറ്റ് ഓപ്പൺ ദി ഡോർ ഇറ്റ് സെൽഫ് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. 19 കൊടുത്തിട്ടൊന്ന് വേഗം പറഞ്ഞേ. ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? എംഫാറ്റിക് ആണ് അല്ലേ? കാരണം ഞാൻ ഈ ഇറ്റ് സെൽഫിനെ എടുത്തങ്ങ് മാറ്റി നോക്കുകയാണ്. ഇതിന് സെയിം മീനിങ് തന്നെയാണോ വരണേന്ന് ഞാൻ നോക്കുകയാണ്. ദ ക്യാറ്റ് ഓപ്പൺ ദി ഡോർ. ക്യാറ്റ് ഡോർ ഓപ്പൺ ചെയ്തു. ഇറ്റ് സെൽഫ് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഫുൾ മീനിങ് അങ്ങ് കിട്ടുകയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എംഫാറ്റിക് പ്രോനൗൺ. ക്ലിയർ ആയില്ലേ? യെസ്. നെക്സ്റ്റ് വൺ, വി ഓഫൺ ഡിസീവ് അവർ സെൽവ്സ്. ഈ ഒന്ന് പറഞ്ഞേ. 20th ആണ്. വി ഓഫൺ ഡിസീവ് അവർ സെൽവ്സ് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? അവർ സെൽസ് ആണ് കേട്ടോ നമ്മുടെ പ്രോനൗൺ എന്ന് പറയുന്നത്. യുവർ സെൽഫ്, അവർ സെൽഫ്, ഹിംസെൽഫ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. പറഞ്ഞോ, ഇത് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? 20 എന്ന് കൊടുത്തിട്ട് വേഗം പറഞ്ഞേ. മാറ്റി നോക്ക്, എന്നിട്ട് നോക്ക് ഇതിന് ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ നോക്ക്. വൈബ്രൻറ്റ് കൊടുത്തിട്ട് ശ്രീരാഗ് കൊടുത്തിട്ടുണ്ട്. റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ആദ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി അല്ലേ? വി ഓഫൺ ഡിസീവ് അവർ സെൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ അവർ സെൽസിനടുത്ത് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വി ഓഫൺ ഡിസീവ്. ആരെ പറ്റിച്ചു? അല്ലെങ്കിൽ അതിനൊരു ആൻസർ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരും? നമ്മുടെ ആൻസർ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഒരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ റിഫ്ലെക്സീവ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി ഇതാരും തെറ്റിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇത് PSC ബുള്ളറ്റിനിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ PYQ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, അടുത്തത് ആസ് ഇഫും ആസ് ദോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആസ് ഇഫും ആസ് ദോ. ആസ് ഇഫും ആസ് ദോൻ്റെ മീനിങ് എന്താ? എന്ന പോലെ, പോലെ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ വേർ എ ഡോക്ടർ. ശ്രദ്ധിക്കണേ, ഇവിടെ വാസ് കൊണ്ടുപോയിട്ട് എഴുതി വെച്ചേക്കരുത്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ വേർ എ ഡോക്ടർ. ഒരു ഡോക്ടർ എന്ന പോലെ അവൻ സംസാരിച്ചു. അപ്പോൾ അവൻ ശരിക്കും ഡോക്ടറാണോ? അല്ല.
നമ്മൾ പറയില്ലേ ഇമാജിനറി കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്താ, ഇഫ് ഐ വേർ എ ഡോക്ടർ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഇമാജിനറി കേസുകൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആസിഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ വരിക, ഇവിടെ വേറെ വേണം യൂസ് ചെയ്യാൻ. അതായത് ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ ആസിഫിന് ശേഷം എന്താ വരിക, V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ ആസിഫിന് ശേഷം V2 ഫോമാണ്. V2 ആവുമ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ എന്തായിരിക്കും വരിക, വേറായിരിക്കും വരിക. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇതൊരു പോയിന്റ്. ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ വെച്ചിട്ടും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അതും കൂടെ പഠിച്ചു വെച്ചേക്കണേ. ഹീ സ്പോക്ക് ആസ് ഇഫ് ഹി ഹാഡ് ബീൻ എ ഡോക്ടർ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ആസിഫിന് മുമ്പ് V2 ഫോമാണ് വന്നിട്ടുള്ളത് അല്ലേ. ആസിഫിന് മുമ്പ് V2 ഫോമാണ്. ഇവിടെ എന്തായിരുന്നു, V1 ഫോം ആയിരുന്നു. ആസിഫിന് മുമ്പ് V2 ആണെങ്കിൽ ആസിഫിന് ശേഷം എന്താ വരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് ഉണ്ടാവും പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. V3 ഫോം എന്ന് പറയുന്നതാണ് ബീൻ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എന്താ ഈ ബീൻ എന്ന് പറഞ്ഞ സാധനം എന്ന്. അപ്പോൾ എന്താ, ബിയുടെ തേർഡ് ഫോം ആണ് ബീൻ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്, വാസ്, ആർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ ബി ഫാമിലിയിൽ വരുന്ന ആൾക്കാർ. അതിൻ്റെ തേർഡ് ഫോം ആണ് ബീൻ എന്ന് വരുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, വാസ്, വേർ എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ സെക്കൻഡ് ഫോം കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ V2 ആണെങ്കിൽ, അതായത് ആസിഫിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആസിഫിന് ശേഷം എന്തായിരിക്കും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റിനേക്കാളും മുമ്പുള്ള കാര്യം, അതായത് ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ആസിഫ്, ആസ്ദോ. ഇനി അവിടെ പോയിട്ട് വാസ് എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഇനി നിങ്ങളിതിന് ഉത്തരം പറഞ്ഞോളൂ. PYQ ആണ്. ഹി അഡ്വൈസസ് മീ ആസ് ഇഫ് ഹി ഡാഷ് ആൻ എക്സ്പേർട്ട്. പറഞ്ഞോ, ഹി അഡ്വൈസസ് മീ ആസ് ഇഫ് ഹി ഡാഷ് ആൻ എക്സ്പേർട്ട്. വാസ് ആണോ, വേർ ആണോ, ഹാഡ് ബീൻ ആണോ, ഇസ് ആണോ? കമൻസ് പറട്ടെ. ഹി അഡ്വൈസസ് മീ ആസ് ഇഫ് ഹി ഡാഷ് ആൻ എക്സ്പേർട്ട്. 21 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ആൻസർ B ആണ്. കാരണം ഇവിടെ V1 ഫോമാണ് ഇവിടെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം, അപ്പോൾ വേർ തന്നെ വേണം. ഇനി ആരും ഇവിടെ പോയിട്ട് വാസ് കുത്തില്ല അല്ലേ. നെക്സ്റ്റ് വൺ, ഹി സ്പീക്സ് ആസ് ഇഫ് ഹി ഡാഷ് ദി സബ്ജക്റ്റ്. ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി ഡാഷ് ദി സബ്ജക്റ്റ്. സ്പീക്സ് ആണ്, ആസിഫ് ആണ്. ആസിഫിന് മുമ്പ് V1 ഫോം ഓഫ് ദി വെർബാണ്. ആസിഫിന് ശേഷം എന്ത് വരും, V2 ഫോം വരണം. ഈ 4 ഓപ്ഷനകത്ത് V2 എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ഓക്കെ, അപ്പോൾ വാസ്, വേർ ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വേർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതാണോ കൊടുത്തിട്ടുള്ളത് അത് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് ടൈം വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പഠിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. അതായത് ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുക, അതായത് ഗോ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ടൈം യു വെൻറ്റ് ഹോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം V2 ഫോം ആയിരിക്കും വരിക. അപ്പോൾ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു ആണ് ഉള്ളതെങ്കിൽ അതിന് ശേഷം ബേസ് ഫോം ആയിരിക്കും വരിക. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് ആണ് ഉള്ളതെങ്കിൽ അതിനുശേഷം V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം 4 ആണ് വന്നിട്ടുള്ളതെങ്കിൽ എന്താ വ്യത്യാസം വരുന്നത്, വെർബിൻ്റെ ഒപ്പം ING വരും കേട്ടോ. ഇതൊക്കെ വെറുതെ ഒന്ന് പഠിച്ചാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം 4 ഉണ്ടെങ്കിൽ അതിന് ശേഷം വെർബിൻ്റെ ഒപ്പം ഒരു ING കൂട്ടിയിട്ട് പറയാം. 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം ഹി ഡാഷ് ദി മൂവി. പറഞ്ഞോളൂ, ഹാസ് സീൻ ആണോ, ഹാഡ് സീൻ ആണോ, സോയാണോ, ഇസ് സീങ് ആണോ? ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം ഹി ഡാഷ് ദി മൂവി. ഹാസ് സീൻ ആണോ, ഹാഡ് സീൻ ആണോ, സോയാണോ, ഇസ് സീങ് ആണോ? അപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ പഠിച്ചത് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഇവിടെ കുറേ പേര് തെറ്റിച്ചു. ഓക്കെ, നമ്മുടെ ആൻസർ ഹാഡ് സീൻ ആണ്. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം, ദിസ് ഇസ് ദി സെക്കൻഡ് ടൈം, ദിസ് ഇസ് ദി തേർഡ് ടൈം എന്നൊക്കെ വരുമ്പോൾ, എസ് വെച്ചിട്ട് വരുമ്പോൾ, ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം, ദിസ് ദി സെക്കൻഡ് ടൈം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വരുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം, ദിസ് ഇസ് ദി സെക്കൻഡ് ടൈം, ദിസ് ഇസ് ദി തേർഡ് ടൈം ആണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതേപോലെ തന്നെ ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം, ദിസ് വാസ് ദി സെക്കൻഡ് ടൈം, ദിസ് വാസ് ദി തേർഡ് ടൈം ആണെങ്കിൽ വാസ് ആയതുകൊണ്ട്
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് പഠിച്ച സാധനം ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ നോക്കിയേ, ഇറ്റ് ഇസ് ടൈം ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ടൈമിന് ശേഷം സബ്ജക്റ്റ് ആണെങ്കിൽ വെൻറ്റ്. ഇവിടെ ഇറ്റ് ഇസ് ടൈം എന്നല്ല പറഞ്ഞിട്ടല്ലേ, മനസ്സിലായോ? ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നേരെ തിരിയും. അപ്പോൾ അത് തമ്മിൽ കൺഫ്യൂഷൻ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ റൂളുകളെല്ലാം ഒരുമിച്ച് പറഞ്ഞു തന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ വാസ് ആണെങ്കിൽ ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും, എസ് ആണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഇസ് ടൈം ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ്, ഇറ്റ് ഇസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ V2 ഫോമാണ്, ഇറ്റ് ഇസ് ടൈമിന് ശേഷം ഫോർ ഉണ്ടെങ്കിൽ അതിന് ശേഷം വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ട് പറയാം. അപ്പോൾ എല്ലാതും നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ വാസ് എ ഗുഡ് മൂവി ഓൺ ഡാഷ് TV ലാസ്റ്റ് നൈറ്റ്. പറഞ്ഞോ, പ്രിപ്പോസിഷനാണ്. ദർ വാസ് എ ഗുഡ് മൂവി ഓൺ ഡാഷ് TV ലാസ്റ്റ് നൈറ്റ്. ആർട്ടിക്കിൾ വേണോ, വേണോ അല്ലെങ്കിൽ ദ വേണോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെയാണ് നെഗറ്റീവ് അടിക്കുന്നത്. യെസ്, 24 എന്ന് കൊടുത്തിട്ട് പറഞ്ഞോളൂ. ദർ വാസ് എ ഗുഡ് മൂവി ഓൺ ഡാഷ് TV ലാസ്റ്റ് നൈറ്റ്. ആൻസർ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. എന്താ കാര്യം? ഇവിടെ നമ്മൾ TV, നമുക്കറിയാം TV അല്ലെങ്കിൽ റേഡിയോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് TVനെ കുറിച്ചാണോ? അല്ല, TVയിലെ ഒരു ഗുഡ് മൂവീനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരു മൂവീനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദർ വാസ് എ ഗുഡ് മൂവി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഡു നോട്ട് പുട്ട് ദി ഗ്ലാസ് ഓൺ ഡാഷ് TV. ഇവിടുത്തെ ആൻസർ ദയാണ്. കാരണം നമ്മൾ ഗ്ലാസ് TVയിൽ വെക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ദയാണ് യൂസ് ചെയ്യുക. മറ്റെന്തായിരുന്നു? TVനെ കുറിച്ചല്ല, TVയിലത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേസിൽ അങ്ങനെയല്ല. ഇവിടെ TVയെ ഒരു കമ്മോഡിറ്റി, ഒരു വസ്തുവായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക്. വേഗം പറഞ്ഞോ. 26th വൺ, ഡാഷ് വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക്. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ഡാഷ് വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക്. ഇവിടെ മീ പറഞ്ഞ പോലെ ആർട്ടിക്കിളിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഡാഷ് ബൈബിൾ ഇസ് ദി ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഡാഷ് ബൈബിൾ. ഞാൻ അത് രണ്ടും കൂടെ പറയാം കേട്ടോ. ഓരോന്ന് കഴിയുമ്പോൾ ഞാനൊന്ന് രണ്ടും കൂടെ പറയാം. ഡാഷ് ബൈബിൾ ഇസ് ദി ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ഇവിടെ ദ ബൈബിളാണ്. ഓക്കെ, ബുക്സ്, മാഗസിൻസ് അതിനൊക്കെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഇനി നമുക്കിത് രണ്ടും കൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, കണ്ടോ, രാമായണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞിട്ടില്ല, വാൽമീകീസ് രാമായണ. ഇതിൻ്റെ ഓദറിൻ്റെ പേര് മുമ്പിലുണ്ട്. ഓദറിൻ്റെ പേര് ബുക്കിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, ഇനി ഞാനിവിടെ ഒരു ദ എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് നല്ല വലുപ്പമാണ്. ഇനി അതിന് മുമ്പിൽ ഒരു ദ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാവില്ല. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളൊന്നും വേണ്ടാന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഓദറിൻ്റെ പേര് ബുക്കിന് മുമ്പിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിളൊന്നും വേണ്ട. അതേസമയം വെറുതെ ഒരു ബുക്ക്, ഏതെങ്കിലും ഒരു ഹോളി ബുക്ക് അല്ലെങ്കിൽ മാഗസിൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓദർ ഒന്നും ഫ്രണ്ടിലില്ല. അപ്പോൾ കുറച്ച് ലെങ്തി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ദ യൂസ് ചെയ്യാം. ഞാനത് വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ദ ബൈബിൾ ഇസ് ദി ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. നെക്സ്റ്റ് വൺ, ദിസ് ബുക്ക് ഇസ് ഡാഷ്. യുവർ ആണോ യുവേഴ്സ് ആണോ? പറഞ്ഞോളൂ. ദിസ് ബുക്ക് ഇസ് ഡാഷ്. കമൻസ് ഇത്തിരി സ്പീഡിലായിക്കോട്ടെ. യുവർ ആണോ യുവേഴ്സ് ആണോ? ഇവിടുത്തെ ആൻസർ യുവേഴ്സ് ആണ്. യുവേഴ്സ്. അതേപോലെ തന്നെ ദിസ് ഇസ് ഡാഷ് ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ ദിസ് ഇസ് യുവർ ബുക്കാണ്. അപ്പോൾ എന്താണ് ഈ ആൻസർ വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഈ ഡാഷ് ലാസ്റ്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു എസ് കൂട്ടിയിട്ട് അങ്ങോട്ട് പറയാം കേട്ടോ. ദിസ് ബുക്ക് ഇസ് യുവേഴ്സ്. ഒരു എസ് ഉള്ള ആൾ ആരാണോ അയാളെങ്ങ് സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ളത് എടുക്കരുത് കേട്ടോ, അല്ലാത്ത കേസ് എടുക്കുക. ദിസ് ബുക്ക് ഇസ് യുവേഴ്സ്. അപ്പോൾ ഈ യുവേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഈ പൊസസീവ് പ്രോനൗണിന് ലാസ്റ്റ് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഈ ഒരു ആൾക്ക് ശേഷം വേറെ വാക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആൻസറായി. ഇവിടെ നോക്കിയേ, ദിസ് ഇസ് ഡാഷ് ബുക്ക്. ഇവിടെ എനിക്ക് യുവേഴ്സ് പറ്റില്ല. കാരണം എന്താ, ഈ പറഞ്ഞ യുവേഴ്സ് ഒറ്റയ്ക്ക് നിന്നോളും. അപ്പോൾ അതിന് ശേഷം ആളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഡാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ യുവർ ബുക്കാണ്. ഓക്കെ, ഇതിന് ശേഷം ഒരു നൗൺ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ യുവർ യൂസ് ചെയ്യും. ഇവിടെ യുവേഴ്സിന് അതിന് ശേഷം ആളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ യുവേഴ്സ് എന്നൊക്കെ പറയുന്നത് പൊസസീവ് പ്രോനൗൺ ആണ്. നെക്സ്റ്റ് വൺ, വി ഡീൽ ഡാഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇന്നാണോ വിത്താണോ? വേഗം ആൻസർ ചെയ്തോളൂ. വി ഡീൽ ഡാഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആൻസർ 31 കേട്ടോ. ഒരെണ്ണം ഞാൻ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ, വി ഡീൽ ഡാഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആൻസർ ഇന്നാണ് കേട്ടോ.
അപ്പോൾ ഡീൽ ഇന്നുണ്ട് ഡീൽ വിത്തും ഉണ്ട്. ഡീൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ് കേസ്, അതായത് വി ഡീൽ ഇൻ സംതിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു ബിസിനസ് അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീൽ ഇന്ന് യൂസ് ചെയ്യുക. ഡീൽ വിത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീൽ വിത്ത് എ പേഴ്സൺ എന്നൊക്കെ പറയുന്നതാണ് വിത്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. വി ഡീൽ ഡാഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൻസർ ഇൻ ആണ്. അതേസമയം ഒരാളായിരുന്നെങ്കിൽ അവിടെ വരുന്നത് വിത്തായിരിക്കും. 32 വേഗം പറഞ്ഞോളൂ. മങ്കീസ് ലിവ് ഡാഷ് ട്രീസ്. ഇന്നാണോ ഓണാണോ? monkeys live dash trees. Yes Srijit, very good. Deal in something, deal in some അത് തന്നെ. വിത്ത് ആണെങ്കിൽ പേഴ്സൺ നമ്മൾ പറയും അല്ലേ. monkeys live dash trees. in trees ആണ് കേട്ടോ, in trees ആണ്. monkeys live in trees. അതായത് വാസസ്ഥലം എന്നുള്ള രീതിയിൽ വരുന്ന കേസുകളിൽ നമ്മൾ ലീവിൻ്റെ ഒപ്പം ഇൻ ആണ് യൂസ് ചെയ്യുക കേട്ടോ, വാസസ്ഥലം. ഇനി ലീവ് ഓൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അത് അതിൻ്റെ ഫുഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ ലീവ് ഓൺ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ സപ്പോസ് ബേർഡ്സ്, ഞാൻ പറയുകയാണ് ബേർഡ്സ് ലീവ് ഓൺ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഓണാണ്, അവിടെ ഇന്നല്ല. കാരണം അതിൻ്റെ ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ ഞാൻ ലീവ് ഓണും, അല്ലാത്ത കേസ് അത് അവിടെയാണ് താമസിക്കുന്നത്, അതിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ലീവ് ഇന്നും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് റിട്ടൺ ടു ഡാഷ് ഫ്രണ്ട് ഐ ഹാവ്. ഓൾ ആണോ, എവരി ആണോ, ഹോൾ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഐ ഹാവ് റിട്ടൺ ടു ഡാഷ് ഫ്രണ്ട് ഐ ഹാവ് എന്ന ആൻസർ വരിക. ആൻസർ ഞാൻ പറയുകയാണേ, എവ്രി ഫ്രണ്ട് ആണ്, എവ്രി ഫ്രണ്ട് ആണ്. ഓക്കെ, റീസൺ എന്താ? കാരണം ഓൾ ആണെങ്കിൽ അതിനുശേഷം പ്ലൂറൽ വേണം അല്ലേ, എവ്രിക്ക് ശേഷം നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യുക. സോ ഐ ഹാവ് റിട്ടൺ ടു എവ്രി ഫ്രണ്ട് ഐ ഹാവ് ആണ് നമ്മുടെ ആൻസർ. കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? യെസ്, ഓളിന് ശേഷം നമ്മൾ ഓൾ ഫ്രണ്ട്സ് എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ അത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക. ദ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ഡാഷ് മിസ്സിങ്. എന്താ ആൻസർ വരുന്നത്? എസ് ആണോ ആർ ആണോ? ദ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ഡാഷ് മിസ്സിങ്. ഇവിടെ ചോക്ലേറ്റ്സ് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ആറിലേക്ക് പോകരുത് കേട്ടോ. ഇവിടുത്തെ ആൻസർ എസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ കണ്ടോ, ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, അതിന് മുമ്പുള്ള ആളായിരിക്കും എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കണം ഇവിടുത്തെ വെർബ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എസ് ആണ് വരിക. അല്ലാതെ ഇവിടെ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, എസ് ഉണ്ടല്ലോ, ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് പോകരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കൺസെപ്റ്റുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാനും ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2/3 ഓഫ് ദീസ് ബാഗ്സ് ഓഫ് ഫ്ലോർ ഡാഷ് ടു ചാരിറ്റി. ഇതിനെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യൂ. 35. 2/3 ഓഫ് ദീസ് ബാഗ്സ് ഓഫ് ഫ്ലോർ ഡാഷ് ടു ചാരിറ്റി. ഗോയാണോ, ഗോസ് ആണോ, ഗോയിങ് ആണോ, ഗോൺ ആണോ? പറഞ്ഞവരൊക്കെ മാറ്റിയും പറയുന്നുണ്ട്. യെസ്, നമ്മുടെ ആൻസർ ഗോയാണ്. എന്താ കാര്യം? സാധാരണ നമ്മൾ ഈ ഫ്രാക്ഷൻ കൊടുക്കുമല്ലോ, ഈ 2/3 അങ്ങനെയൊക്കെ പറയുന്ന ഫ്രാക്ഷൻസ് ഇല്ലേ, ഹാഫ് ഓഫ്. അപ്പോൾ അതിനൊക്കെ ശേഷം ആരാണോ വരുന്നത് അതിനെ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 2/3 ഓഫിന് ശേഷമുള്ള ആൾക്കാരെ മാത്രം നമ്മളിവിടെ നോക്കുക. ശ്രദ്ധിക്കണേ. 2/3 ഓഫ് ദീസ് ബാഗ്സ് ഓഫ് ഫ്ലോർ. ഇനി നമുക്കിത് മാത്രം മതി. ദീസ് ബാഗ്സ് ഓഫ് ഫ്ലോർ ഡാഷ് ടു ചാരിറ്റി. ഇനി ഇതിനകത്ത് ഏതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്? ഏതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്? ബാഗ്സ് ആണല്ലേ, ബാഗ്സ്. കാരണം ഓഫ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, അതിന് മുമ്പുള്ള ആളാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് അതല്ലേ പറഞ്ഞേ, കണ്ടില്ലേ? ഇവിടെ എന്താ കണ്ടോ, ഓഫിന് മുമ്പുള്ള ആളാണ് നമ്മുടെ സബ്ജക്റ്റ്. പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ആളാണ് നമ്മുടെ സബ്ജക്റ്റ്. 2/3, ഹാഫ് ഓഫ് എന്നൊക്കെ വരുമ്പോൾ അതിന് ശേഷമുള്ള ആൾക്കാരെ മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, എന്താ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഓഫിന് മുമ്പുള്ള ആൾ ബാഗ്സ് ആണ്. ബാഗ്സ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാൻ പിന്നെ എസ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഗോയാണ് അല്ലേ. സോ 2/3 ഓഫ് ദീസ് ബാഗ്സ് ഓഫ് ഫ്ലോർ ഗോ ടു ചാരിറ്റി എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ ഒരു വലിയൊരു സെൻറ്റൻസ് കിട്ടുമ്പോഴും അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. പ്രിപ്പോസിഷൻ എവിടെയെങ്കിലും ഉണ്ടോ, അതിന് മുമ്പുള്ളതായിരിക്കും സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ആൾക്കാരെ വേണം നമ്മൾ നോക്കാൻ എന്നുള്ള രീതിയിലൊക്കെ നോക്കുക കേട്ടോ. ലാസ്റ്റ് വൺ ആണ്, ഐ റൈറ്റ് ഡൗൺ ഹെർ ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഡാഷ് ഇറ്റ്. ഇത് ഇൻ കേസിനെ വെച്ചിട്ടുള്ള റൂൾസ് ആണ് കേട്ടോ. ഇൻ കേസിനെ വെച്ചിട്ടുള്ള എല്ലാ റൂൾസും ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഐ റൈറ്റ് ഡൗൺ ഹെർ ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഡാഷ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം എന്താ വരണ്ടേ? സിമ്പിൾ പ്രസൻറ്റൻസ് വരണം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഫോർഗെറ്റ് ആണ്. ഐനെ നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഫോർഗെറ്റ് ആണ് യൂസ് ചെയ്യുക. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ അടുത്ത കേസിൽ സപ്പോസ് ഇവിടെ റോട്ട് ആണെന്ന് വിചാരിക്കുക.
ഐ റോട്ട് ഡൗൺ ഹെർ ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഡാഷ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇവിടെ ഇൻ കേസിന് മുമ്പ് V2 ഫോം ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും V2 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർഗോട്ട് വരണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി മൂന്നാമത്തെ കേസ്, ഇൻ കേസിന് മുമ്പ് ഇപ്പം ഐ വിൽ റൈറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഇൻ കേസിന് മുമ്പ് ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് ശേഷം എന്താ വരിക? ഫ്യൂച്ചറും എന്തും തമ്മിലാണ് റിലേഷൻ ഉള്ളത്? സിമ്പിൾ പ്രസൻറ്റൻസും തമ്മിലാണ് റിലേഷൻ ഉള്ളത്. അപ്പോൾ ഫ്യൂച്ചർ ആണെങ്കിൽ അപ്പോഴും വരുന്ന ആൻസർ ഫോർഗെറ്റ് തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇൻ കേസിന് മുമ്പ് എന്താ V1 ഫോം ആണെങ്കിൽ ഇൻ കേസിന് ശേഷം V1 ഫോം. ഇൻ കേസിന് മുമ്പ് V2 ഫോം ആണെങ്കിൽ ഇൻ കേസിന് ശേഷം എന്തായിരിക്കും? V2 ഫോം. ഇൻ കേസിന് മുമ്പ് ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് ശേഷം V1 ഫോം. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമുക്ക് ഇൻ കേസ് വെച്ചിട്ടുള്ള റൂള് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരുവിധപ്പെട്ട റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്ലാസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം കുറേ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ ടൈപ്പും അതിൻ്റെ എക്സെപ്ഷൻ കേസുകളും എല്ലാതും സെലക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അറിയാവുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.